പ്രിയപ്പെട്ട ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളോട് അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ ആറാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരും. അതിനുശേഷം പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അതാത് കോളേജിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ്. പിന്നെ വരുന്ന കാര്യം സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാനാണ്. എല്ലാ സെമസ്റ്റർ പരീക്ഷകളും ജയിച്ച് കൺസോളിഡേറ്റഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉപകാരങ്ങൾ പലതാണ്. നമ്മൾ പലപ്പോഴും സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് തൽക്കാലാണോ അതോ ഓർഡിനറി ആണോ എന്ന്. എമർജൻസി ഓർ ഓർഡിനറി പറയുമ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ പൈസയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ഓർഡിനറി ആകുമ്പോൾ പൈസ കുറവാണ്, എമർജൻസി ആകുമ്പോൾ പൈസ കൂടും. എന്നാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേ ദിവസം മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്താൽ പോലും 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് എത്തും. പക്ഷേ ഇക്കാര്യം ജനസേവ കേന്ദ്രത്തിലോ സ്റ്റുഡൻറ്റ് സർവീസ് ഹബിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 1-1.5 കൊല്ലമൊക്കെ എടുക്കാറുണ്ട് ഓർഡിനറിക്ക് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ 3 to 6 മന്ത്സിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പൈസ ലാഭിക്കാം. നമ്മൾ പലപ്പോഴും സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ ലേറ്റ് ആവാറുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ജയിച്ചല്ലോ, ഇനി നമുക്ക് അടുത്ത കോഴ്സിനോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ഇത്ര മാസം കഴിയുന്തോറും യൂണിവേഴ്സിറ്റി ഒരു പെനാൽറ്റി പറയാറുണ്ട്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം 1 കൊല്ലോ 1.5 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും. എക്സാക്റ്റ് മന്ത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ പെനാൽറ്റി യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ടതായിട്ടും വരില്ല. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, നമ്മളിപ്പോൾ 6ാം സെമസ്റ്റർ പരീക്ഷകൾ റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നു, അതിന് മുമ്പത്തെ സെമസ്റ്റർ പരീക്ഷകളിൽ റീവാലുവേഷൻ കൊടുത്തു, മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുത്തു, അത് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ടി വരുമ്പോൾ മാർക്ക് ചേഞ്ച് ആവാനെന്ന്. നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ടിനുള്ളിൽ ബാക്കിയുള്ള റീവാലുവേഷനോ സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി തന്നെ അപ്ഡേറ്റ് ആക്കിക്കോളും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ചേഞ്ച് ചെയ്യേണ്ടതില്ല. എന്നാൽ കൺസോളിഡേറ്റഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ കൊടുത്ത സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക് ചേഞ്ച് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി മാർക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഈ വിവരം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പലരും ചോദിച്ചിരുന്നു. നമ്മളെപ്പോഴും ഒരുപടി മുമ്പിൽ പോകുന്നതാണ് നല്ലത്. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.